അത് ഈ പെൺകുട്ടി വന്നതിലുള്ള അതുമായിരിക്കാം നമുക്ക് ഒരു സംശയമുണ്ട്. ഈ പെൺകുട്ടി വന്നതിന് ശേഷമുള്ള എന്തെങ്കിലും സംസാര വിഷയമായിരിക്കാം ഈ കൃത്യത്തിലേക്ക് പോയതെന്ന് സംശയിക്കുന്നു. ഞാൻ ഡോറ് അടച്ചിരിക്കുന്നു. പിന്നെ പോലീസുകാർ എന്നെ ബാക്കിൽ ഡോറ് തുറന്നു. അപ്പോൾ ഗ്യാസ് തുറന്നു വിട്ടതൊക്കെയാണ് കണ്ടത്. പിന്നെ പോലീസുകാർ മറ്റുള്ളവരെ മാറ്റി നിർത്തിയ ശേഷം ഈ അനുജനും ചേഷ്ടനുമായിട്ട് 10 വയസ്സിൻ്റെ ഡിസ്റ്റൻസ് ഹാളിലോട്ട് പോയപ്പോൾ ഒരു കുട്ടി കമിഴ്ന്ന് ഈ ഇളയ കുട്ടി രക്തത്തിൽ കുളിച്ച് കമിഴ്ന്ന് കിടക്കുന്നതാണ്. വെഞ്ഞാറമൂട് പേരുമല കൊലപാതകം നടന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസിയാണ്. ചേട്ടനവിടുത്തെ അയൽവാസിയാണ്? ഞാൻ ആ വീട്ടിലെ തൊട്ടടുത്താണ്. ഇവിടെ എത്ര കാലമായി താമസം? ഇവരിവിടെ വന്നിട്ട് 10 വർഷമായിട്ടുള്ളൂ. 10 വർഷം ഇവിടെ വസ്തു വാങ്ങിച്ചിട്ട് വീട് വെച്ച് താമസിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഗൃഹനാഥൻ എന്ന് പറയുന്നത് പാങ്ങോടാണ് അവരുടെ സ്വന്തം സ്ഥലം. ആഫാൻ എങ്ങനെയാണ് ആളെ? ആഫാൻ ഇവിടെ നല്ല രീതിയിലുള്ള നമുക്ക് ഒരിക്കലും ഒരു സംശയമൊന്നുമില്ല. നല്ല രീതിയിൽ, പക്ഷേ കൂടുതൽ സംസാരമില്ല. കാണുമ്പോൾ വിഷ് ചെയ്ത് പോകുന്നതല്ലാതെ നമുക്കൊരു സംശയം അതിലില്ല. നമുക്ക് ഇതുവരെ ഒരു സംശയം തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ ഇടപെടലായിരുന്നു. ഈ അനുജനുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റുമായിരുന്നു. ഇവർ 10 വയസ്സിൻ്റെ ഡിസ്റ്റൻസ് തന്നെയുണ്ട്. ഈ അനുജനും ചേഷ്ടനുമായിട്ട് 10 വയസ്സിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ട് പോകുന്ന അറ്റാച്ച്മെൻറ്റായിട്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടുള്ളത്. സാമ്പത്തിക പ്രശ്നം പിന്നെ ഈ വാപ്പ അവിടെ ഗൾഫിലാണ് ജോലി. അവിടെ ബിസിനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളായി. അതിനുശേഷം സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വാപ്പ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് ഈ പെൺകുട്ടി വന്നതിലുള്ള അതുമായിരിക്കാം നമുക്ക് ഒരു സംശയമുണ്ട്. ഈ പെൺകുട്ടി വന്നതിന് ശേഷമുള്ള എന്തെങ്കിലും സംസാര വിഷയമായിരിക്കാം ഈ കൃത്യത്തിലേക്ക് പോയതെന്ന് സംശയിക്കുന്നു. ഇന്നലെ ഈ കൃത്യം നടന്നപ്പോൾ പോലീസിനൊപ്പം ചേട്ടനും കയറിയിരുന്നു. പോലീസ് വന്ന് ഈ ഗേറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് ഞാൻ ഇവരെ കൂടെ വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറി ഫ്രണ്ട് ഡോർ അടച്ച് കിടക്കുന്നു. ഉള്ളിൽ കണ്ട കാഴ്ച എന്തായിരുന്നു? ഞാൻ ഡോറ് അടച്ചിരിക്കുന്നു. പിന്നെ പോലീസുകാർ എന്നെ ബാക്കിൽ ഡോറ് തുറന്നു. അപ്പോൾ ഗ്യാസ് തുറന്നു വിട്ടതൊക്കെയാണ് കണ്ടത്. പിന്നെ പോലീസുകാർ മറ്റുള്ളവരെ മാറ്റി നിർത്തിയ ശേഷം അകത്ത് കയറി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ തന്നെ ഹാളിലോട്ട് പോയപ്പോൾ ഒരു കുട്ടി ഈ ഇളയ കുട്ടി രക്തത്തിൽ കുളിച്ച് കമിഴ്ന്ന് കിടക്കുന്നതാണ്. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലായ ബോഡി? അല്ല, അത് വെട്ടായിരിക്കുമെന്നാണ് നമുക്ക് ആദ്യം സംശയിച്ചത്. പിന്നീടാണ് അറിയുന്നത് ഹാമറിന് അടിച്ചാണ്. എവിടെയാണ് പരിക്ക് പറ്റിയത്? തലയിലാണ് പരിക്ക്. പിന്നീടോ ഈ പെൺകുട്ടി എവിടെയാണ്? പെൺകുട്ടി ഇവിടെ ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഇവിടെ ഈ 2 പേരെ ഉള്ളതെന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ പോലീസുകാർ പറയുന്നത് 3 പേരുണ്ടെന്ന് പറയുന്നു. പക്ഷേ മൂന്നാമത് ഒരാൾ നമുക്കറിയില്ല, നമ്മളിവിടെ കണ്ടിട്ടുമില്ല. എന്നിട്ട് 2 പേരെ ആംബുലൻസിൽ കയറ്റി 2 ആംബുലൻസിലായിട്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഈ മൂന്നാമത് പിന്നെ പോലീസുകാർ മുകളിൽ കയറി നോക്കിയപ്പോഴാണ് ഈ പെൺകുട്ടി അവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. ഉടൻ തന്നെ അടുത്ത് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. അവസ്ഥ എന്തായിരുന്നു? അപ്പോഴേ അബോധാവസ്ഥയായിരുന്നു. എവിടെയായിരുന്നു ഈ പരിക്കുകളൊക്കെ? തലയിലായിരുന്നു പരിക്ക്. നെറ്റിയിൽ ആഴത്തിലുള്ള ഒരു മുറിവ് പോലെ കണ്ടു. കാര്യം നല്ല എടുത്തുകൊണ്ട് വരുമ്പോൾ കണ്ടത്. ഉമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? ഉമ്മ മുഖത്ത് നല്ല നീരുണ്ടായിരുന്നു എടുത്തുകൊണ്ട് പോകുമ്പോൾ. അപ്പോഴേ ഞാൻ ഈ പറയും പോലെ ഈ ബാക്കിൽ ചെന്ന് ഈ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് നോക്കുമ്പോൾ ഈ ഉമ്മ കണ്ണ് ചിമ്മുന്നതായിട്ട് കണ്ടു. അങ്ങനെ ബോധമുണ്ടെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഈ ഡോറ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി ഉടൻ തന്നെ ആംബുലൻസിൽ കയറ്റിവിടുകയാണ് ചെയ്തത്. ഇന്നലെ ഈ അഫാനെ കണ്ടിരുന്നു? അഫാൻ ഈ പയ്യനെ ഞാൻ കണ്ടിരുന്നു. സ്കൂളിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് 4 മണിയോടുകൂടി ഞാൻ കണ്ടായിരുന്നു. കണ്ടതിന് ശേഷമാണ് ഈ കുട്ടി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഉമ്മ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. ഉമ്മയെ വിളിച്ചപ്പോൾ ഉമ്മ കേൾക്കുന്നില്ല. ഉടനെ അടുത്ത വീട്ടിൽ ചെന്നിട്ട് അവിടെ മാമി എന്ന് വിളിച്ചിട്ട് അമ്മ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. അത് അങ്ങനെ അവർ ഈ ഫോണിൽ വിളിച്ചു, ഈ ഷെമിയുടെ ഫോണിൽ വിളിച്ചപ്പോൾ ഈ ഫോൺ എടുത്തത് ഈ അഫാനാണ്. അഫാൻ അപ്പോഴും പറഞ്ഞു, ഞാൻ കുറ്റുമുട്ടി എത്തിയിട്ടുണ്ട്, 1 കിലോമീറ്റർ അപ്പുറം കുറ്റുമുട്ടി എത്തിയിട്ടുണ്ട്, ഞാനിപ്പോൾ വരാം എന്ന് അനുജൻ്റെയോട് പറഞ്ഞ ശേഷം വന്നിട്ട് അനുജനെയും വിളിച്ചുകൊണ്ട് വീട്ടിനകത്ത് പോകുന്നത് ഈ കടക്കാർ കണ്ടു. കൃത്യം ചെയ്തതിന് ശേഷം ഈ ലോക്ക് ചെയ്ത വീടൊക്കെ എല്ലാ റൂമും ഫ്രണ്ട് ഡോറും ഗേറ്റ് ലോക്ക് ചെയ്തിട്ടാണ് പോയത്. നേരെ സ്റ്റേഷനിലേക്ക് പോയത്. എന്താണ് പേര്? എൻ്റെ പേര് നാസറുദ്ദീൻ. റിട്ടയർഡ് SI ആണ്. വിജിലൻസിൽ നിന്ന് റിട്ടയർ ആയതാണ്. റിട്ടയർഡ് SI ആയ നാസറുദ്ദീനാണ്. തൊട്ട് അയൽവാസിയാണ്. ഈ അഫാൻ്റെ തൊട്ട് അയൽവാസിയാണ്. അവർ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതായത് കൃത്യം നടത്തിയതിന് ശേഷം വീടിൻ്റെ എല്ലാ മുറിയും ലോക്ക് ചെയ്ത്, അതുകൂടാതെ ഗേറ്റും ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പ്രതി ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.